ഹായ് മക്കളെ, സോ എല്ലാവരും ഗംഭീരമായി തന്നെ പഠിക്കുന്നുണ്ട് എന്ന കാര്യം എനിക്ക് ഉറപ്പാണ്. ഈ വീഡിയോയ്ക്കകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ഒരു 15 ചോദ്യങ്ങളാണ്. ഈ 15 ചോദ്യങ്ങൾ പഠിച്ചാൽ ഒരു 40 മാർക്ക് നിങ്ങൾക്ക് നമ്മുടെ ക്രിസ്മസ് എക്സാമിന് ഉറപ്പിക്കാൻ സാധിക്കുന്ന 15 മോസ്റ്റ് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ്. ഒരു കാര്യം ഞാൻ എടുത്തു പറയുന്നു, ഈ 15 ചോദ്യങ്ങൾ മാത്രം പഠിച്ചിട്ട് പരീക്ഷയ്ക്ക് പോകാനല്ല ഞാൻ പറയുന്നത്, മറിച്ച് ആദ്യം നിങ്ങൾ ഈ 15 ചോദ്യങ്ങൾ പഠിക്കുക, എന്നിട്ട് ബാക്കിയുള്ള ചോദ്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുക. ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കേണ്ട ക്രിസ്മസ് എക്സാമിന് ആദ്യം നിങ്ങൾ പഠിക്കേണ്ട 15 ചോദ്യങ്ങളാണ്. ഇത് പഠിച്ചിട്ട് ബാക്കിയുള്ള ചോദ്യങ്ങൾ പഠിച്ചാൽ മതി എന്നേ ഞാൻ പറയത്തുള്ളൂ. റൈറ്റ്, സോ നമുക്ക് നോക്കാം. 15 മോസ്റ്റ് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസിലോട്ടാണ് കടക്കാൻ പോകുന്നത്. എല്ലാവരും തയ്യാറാണെന്ന് പ്രതീക്ഷിക്കുന്നു. ഒട്ടും ലേറ്റ് ആക്കാതെ ഓരോരോ ചോദ്യങ്ങളിലോട്ടായിട്ട് കടക്കാം. സോ ആദ്യത്തെ ചോദ്യം നമ്മുടെ സ്വന്തം ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്സ് ഓറിയന്റഡ് ആയ ക്വസ്റ്റൻ ആണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഗോസസ് ലോന്റെ അപ്ലിക്കേഷൻ വളരെ 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 പ്രധാനപ്പെട്ട ടോപ്പിക് ആണ്. സോ അതിൽ നിന്ന് ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്തിട്ടുള്ള ചോദ്യമാണ് ഈ പറയുന്ന ഇൻഫൈനൈറ്റ് ചാർജ്ഡ് വയർ മൂലമുള്ള ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റിയുടെ ഡെറിവേഷൻ എന്ന് പറയുന്നത്. സോ അതിനകത്ത് 3 ഡെറിവേഷൻസ് വരുന്നുണ്ട്. ഒന്നാമത്തെ സ്പെറിക്കൽ ഷെൽ ഉണ്ട്, ഈ ചാർജ്ഡ് വയർ ഉണ്ട്, ഇൻഫൈനൈറ്റ് പ്ലെയിൻ ഷീറ്റ് ഉണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ പരീക്ഷകളിൽ റിപ്പീറ്റ് ചെയ്തിട്ടുള്ളത് ഈ പറയുന്ന ചാർജ്ഡ് വയർ ആണ്. സോ ഇത് എന്തായാലും നിങ്ങൾ പഠിച്ചിട്ട് വേണം. ഫസ്റ്റ് പ്രയോറിറ്റി കൊടുത്ത് ഈ ഒരു ചോദ്യം പഠിച്ചിരിക്കണം. ഫൈൻ, സ്പെറിക്കൽ ഷെല്ലും പഠിക്കണോടാ, അതൊക്കെ എല്ലാം പഠിക്കണം. ഫസ്റ്റ് പ്രയോറിറ്റി ഇതിന് കൊടുക്കണം എന്നാണ് പറയുന്നത്. ആദ്യം നിങ്ങൾ ഇത് പഠിക്കാം. ഫൈൻ, ഓക്കെ. ഇതൊരു 3 മാർക്കിനാണ് പരീക്ഷകൾ ചോദിക്കാറുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ, സെക്കൻഡ് ക്വസ്റ്റ്യനിലോട്ട് കിടക്കും. നെക്സ്റ്റ് വൺ എന്ന് പറഞ്ഞു വെച്ചാൽ ടോർക്കിന്റെ ഡെറിവേഷൻ ആണ്. ആ ചാപ്റ്ററിൽ തന്നെ, ഫസ്റ്റ് ചാപ്റ്ററിൽ തന്നെ ഏറ്റവും പ്രാധാന്യം കൊടുത്ത് ഏറ്റവും നന്നായിട്ട് നിങ്ങൾ പഠിക്കണം ടോർക്കിന്റെ ഡെറിവേഷൻ. ടോ ഈക്വൽ ടു പി ഇ സൈൻ തീറ്റ എന്ന് പറയുന്ന ഡെറിവേഷൻ ഉറപ്പിച്ച് പരീക്ഷകൾ ചോദിക്കാൻ സാധ്യതയുണ്ട്. എഗെയിൻ 3 മാർക്കിന്റെ ചോദ്യമാണ്, പഠിക്കേണ്ട ചോദ്യമാണ്. അത് ഓറിയന്റഡ് ആയ മാക്സിമം ടോർക്ക്, മിനിമം ടോർക്ക് ചോദിക്കാം. സ്റ്റേബിൾ ആൻഡ് അൺസ്റ്റേബിൾ ഓറിയന്റേഷൻ ആംഗിളും ചോദിക്കാറുണ്ട്. സോ അതുകൂടി നിങ്ങൾ എല്ലാവരും കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. നെക്സ്റ്റ് വൺ, അടുത്തത് നമ്മുടെ പൊട്ടൻഷ്യൽ ഓറിയന്റഡ് ആയ ക്വസ്റ്റ്യൻസ് ആണ് കാണാൻ സാധിക്കുന്നത്. സിമ്പിൾ ആണ്. ഒന്നാമത്തെ ഇക്യൂ പൊട്ടൻഷ്യൽ സർഫേസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇക്യൂ പൊട്ടൻഷ്യൽ സർഫേസിന്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ്, അതുപോലെ തന്നെ ഒരു യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ഉള്ള ഇക്യൂ പൊട്ടൻഷ്യൽ സർഫേസ് എങ്ങനെയായിരിക്കും ഉണ്ടാവുക, ഒരു പോയിന്റ് ചാർജ് പോസിറ്റീവ് ചാർജ് മൂലമുള്ള ഇക്യൂ പൊട്ടൻഷ്യൽ സർഫേസ് എങ്ങനെയാണ്, ഇതൊക്കെ വരയ്ക്കാൻ ചോദിക്കാറുണ്ട് കേട്ടോ. നെക്സ്റ്റ് വൺ, ഒബ്റ്റെയിൻ ദ എക്സ്പ്രഷൻ ഓഫ് കപ്പാസിറ്റി ഓഫ് പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ. അറിയാലോ, സി ഈക്വൽ ടു എ എപ്സിലോൺ 0 ഡിവൈഡഡ് ബൈ ഡി എന്ന് പറയുന്ന ഇക്വേഷൻ ഡിറൈവ് ചെയ്യാൻ ചോദിക്കാറുണ്ട്. സോ കപ്പാസിറ്റർ ഓറിയന്റഡ് ആയ ഒരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റൻ ആണ് അവസാനം നിങ്ങൾ കണ്ടത്. ബാക്കിയുള്ളതെല്ലാം ഇക്യൂ പൊട്ടൻഷ്യൽ സർഫേസ് ഓറിയന്റഡ് ആയ ചോദ്യങ്ങളാണ്. ഇക്യൂ പൊട്ടൻഷ്യൽ സർഫേസിന്റെ പ്രോപ്പർട്ടീസ് എന്തായാലും പഠിച്ചു വെക്കണം. അതിലെ പ്രധാനപ്പെട്ട ഒരു പ്രോപ്പർട്ടി ഞാൻ പറഞ്ഞുതരാം. ഇക്യൂ പൊട്ടൻഷ്യൽ സർഫേസിൽ ഒരു ചാർജിനെ ഒരു പോയിന്റിൽ നിന്ന് മറ്റൊരു പോയിന്റിലോട്ട് നീക്കാൻ എത്രത്തോളം വർക്ക് ചെയ്യണം, വർക്ക് 0 ആയിരിക്കും. സോ ആ ക്വസ്റ്റിനും പരീക്ഷകൾ ചോദിക്കാറുണ്ട് കേട്ടോ. നെക്സ്റ്റ് വൺ, കപ്പാസിറ്റേഴ്സിന്റെ കോമ്പിനേഷൻ ആണ്, സീരീസ് പാരലൽ കോമ്പിനേഷൻ. ഇന്നലത്തെ മിനി മാരത്തോൺ ലൈവിനകത്ത് ഞാൻ ഡിസ്കസ് ചെയ്ത് പറഞ്ഞു തന്നാണ്, ഇന്നലത്തെ മിനിഞ്ഞാന്നത്തെ. റൈറ്റ്, സോ ആ പറയുന്ന ചോദ്യം അതുപോലെ തന്നെ പരീക്ഷകൾ ചോദിക്കാം. സീരീസ് ആൻഡ് പാരലൽ ഡിറൈവ് ചെയ്യാൻ ചോദിക്കാം. സീരീസും പാരലും ഡിറൈവ് ചെയ്യാൻ അതുപോലെ തന്നെ പരീക്ഷകളും ചോദിക്കാം. പഠിക്കേണ്ട ചോദ്യമാണ്. ഓരോന്നിനും 2 മാർക്ക് വീതം ചോദിക്കാം. സോ രണ്ടും കൂടി ചോദിച്ചാൽ മേ ബി 4 അല്ലെങ്കിൽ 3 മാർക്കിനോ പരീക്ഷയ്ക്ക് വരാം. സോ പ്രധാനപ്പെട്ട ചോദ്യം, പഠിക്കേണ്ട ചോദ്യമാണ് കേട്ടോ. അടുത്ത, കറണ്ട് ഇലക്ട്രിസിറ്റിയിൽ നിന്ന് മറ്റൊന്നും നിങ്ങൾ പഠിച്ചിട്ടില്ലെങ്കിലും വീസ്റ്റം ബ്രിഡ്ജ് പഠിക്കണം. മറ്റൊന്നും നിങ്ങൾ പഠിച്ചിട്ടില്ലെങ്കിലും വീസ്റ്റം ബ്രിഡ്ജ് ഉറപ്പായും പഠിച്ചിട്ട് വേണം. പരീക്ഷയിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യത്തോടുകൂടി ചോദിക്കുന്ന ഒരു 3 അല്ലെങ്കിൽ 4 മാർക്കിന്റെ ചോദ്യമാണ് വീസ്റ്റം ബ്രിഡ്ജ്. മറക്കാതെ പഠിക്കണം. ഈ ചോദ്യമുണ്ട് എന്ന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരുന്നു. ഇത് തന്നെ ചോദിച്ചിരിക്കണം മക്കളെ, ഉറപ്പിച്ച ചോദ്യമാണ്. റൈറ്റ്, അതുപോലെ തന്നെ ഇതല്ലെങ്കിൽ പിന്നെയും കുറച്ച് ഡെറിവേഷൻസും പോസിബിലിറ്റീസും ഉണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. ഈ പറഞ്ഞ ടെമ്പറേച്ചർ ഡിപ്പെൻഡൻസ് ഓഫ് റെസിസ്റ്റിവിറ്റി ഓഫ് മെറ്റീരിയൽസ്. റൈറ്റ്, സെമി കണ്ടക്ടറിന്റെ ഗ്രാഫും കണ്ടക്ടറിന്റെ ഗ്രാഫും അലോയ്സിന്റെ ഗ്രാഫും ഒക്കെ പഠിച്ചില്ലേ, ആ ഗ്രാഫിൽ നിന്ന് ചോദ്യം വരാൻ പോസിബിലിറ്റി ഉണ്ട്. അതുകൂടി നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കുക, പഠിച്ചു വെക്കുക കേട്ടോ. ഓക്കെ, അടുത്തത് ബയോട്ട്-സാവേർട്സ് ലോ, അതിന്റെ അപ്ലിക്കേഷൻ. 4ാമത്തെ ചാപ്റ്റർ. ഒരു തർക്കവുമില്ലാത്ത കാര്യമാണ്, ബയോട്ട്-സാവേർട്സ് ലോ പഠിക്കണം. അതിന്റെ സർക്കുലർ ലൂപ്പിന്റെ അപ്ലിക്കേഷൻ പഠിക്കണം. പരീക്ഷകളിൽ ചോദിക്കാൻ വളരെ 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 പ്രധാനപ്പെട്ടതാണ്, വളരെ പ്രാധാന്യമുള്ള ചോദ്യമാണ്, പഠിക്കേണ്ട ചോദ്യമാണ്. റൈറ്റ്, അടുത്തത് ആംപിയർ സർക്യൂട്ടൽ തിയറം. അതിന് 2 അപ്ലിക്കേഷൻസ് ഉണ്ട്, പ്രധാനപ്പെട്ട 2 അപ്ലിക്കേഷൻസ് ഉണ്ട്. അതിലെ ഏറ്റവും കൂടുതൽ പരീക്ഷയ്ക്ക് ചോദിച്ച് കാണുന്ന ഒരു 2 മാർക്കിന്റെ ചോദ്യം, സ്ട്രെയിറ്റ് ചാർജ്ഡ് വയർ മൂലമുള്ള അല്ലെങ്കിൽ സ്ട്രെയിറ്റ് കറന്റ് ക്യാരിയിങ് കണ്ടക്ടർ മൂലമുള്ള മാഗ്നറ്റിക് ഫീൽഡിന്റെയാണ്. എല്ലാവർക്കും അറിയുന്ന കാര്യമല്ലേ, ഇതൊരു സ്ട്രെയിറ്റ് കറന്റ് ക്യാരിയിങ് കണ്ടക്ടർ ആണെങ്കിൽ R ഡിസ്റ്റൻസ് അകലെ അല്ലെ A ഡിസ്റ്റൻസ് അകലെയുള്ള ഒരു പോയിന്റിലുള്ള മാഗ്നറ്റിക് ഫീൽഡ് ഇന്റൻസിറ്റി കണ്ടുപിടിക്കുന്ന ചോദ്യം പരീക്ഷകളിൽ പലതവണ ചോദിക്കുന്നതാണ്. സോ അത് നിങ്ങൾ എല്ലാവരും പഠിക്കുക. സോ ബയോട്ട്-സാവേർട്സ് ലോ, അതിന്റെ സർക്കുലർ ലൂപ്പിന്റെ എക്സാമ്പിൾ, എന്താ പറയാ, അപ്ലിക്കേഷൻ. അടുത്തത് ആംപിയർ സർക്യൂട്ടൽ തിയറം. അതിന്റെ അപ്ലിക്കേഷൻ 2 ഉണ്ട്. ഏറ്റവും പ്രാധാന്യം കറന്റ് ക്യാരിയിങ് കണ്ടക്ടർ കൊടുക്കുക. സോളിനോയിഡും പഠിക്കണം, പഠിക്കണ്ട എന്നല്ല, ഇത് പഠിച്ചിട്ട് അത് പഠിച്ചാൽ മതി. ഫൈൻ, ഓക്കെ. അടുത്ത നെക്സ്റ്റ് വൺ, ആ ചാപ്റ്ററിൽ തന്നെ ഒരു ചോദ്യം കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കാരണം ഇതും പരീക്ഷകൾ ചോദിക്കാൻ പോസിബിലിറ്റി ഉണ്ടടാ മക്കളെ. അതായത് കൺവേർഷൻ.
എങ്ങനെയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഗാൽവനോമീറ്ററിന്റെ വർക്കിങ്ങും അതുപോലെ തന്നെ എങ്ങനെയാണ് ഒരു ഗാൽവനോമീറ്ററിനെ അമ്മീറ്റർ ആയിട്ടും വോൾട്ട് മീറ്റർ ആയിട്ടും കൺവേർട്ട് ചെയ്യുക എന്ന കാര്യവും നിങ്ങൾക്ക് അറിയണം. കറന്റ് സെൻസിറ്റിവിറ്റി, വോൾട്ടേജ് സെൻസിറ്റിവിറ്റി, അതിന്റെയൊക്കെ ഇക്വേഷൻസും പഠിച്ചു വെക്കണം കേട്ടോ. പരീക്ഷകൾ ചോദിക്കാറുണ്ട്. നെക്സ്റ്റ് വൺ, അടുത്ത EMI ആണ്. സോ നമ്മുടെ മാഗ്നറ്റിസം കുഞ്ഞു ചാപ്റ്റർ ആണ്. വലിയ വലിയ ചോദ്യങ്ങൾ അതൊന്നും എക്സ്പെക്ട് ചെയ്യണം. വലിയ വലിയ ചോദ്യങ്ങളെ പറ്റിയാണ് ഇവിടെ പറയുന്നത്. സെൽഫ് ഇൻഡക്ഷൻ നിങ്ങൾക്ക് അറിയണം. എന്താണ് സെൽഫ് ഇൻഡക്ഷൻ അറിയണം. സെൽഫ് ഇൻഡക്റ്റൻസിന്റെ യൂണിറ്റ് എന്താണ് എന്ന കാര്യം കൃത്യമായിട്ട് അറിയണം. പിന്നെ അതുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം, സിമിലർ ക്വസ്റ്റ്യൻ ഞാൻ ഓൾറെഡി നമ്മുടെ മിനി മാരത്തോണിനകത്ത് ഡിസ്കസ് ചെയ്താണ്. നെക്സ്റ്റ് വൺ, ഡിറൈവ്ഡ് എക്സ്പ്രഷൻ ഓഫ് സെൽഫ് ഇൻഡക്റ്റൻസ് ഓഫ് സോളിനോയിഡ്. ഒരു സോളിനോയിഡിന്റെ സെൽഫ് ഇൻഡക്റ്റൻസ് ഡിറൈവ് ചെയ്യാൻ ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് തോന്നും സാറേ മ്യൂച്വൽ ഇൻഡക്റ്റൻസ് ഓഫ് കൊയാക്സിയൽ സോളിനോയിഡ്സ് ചോദിക്കാറില്ല. തീർച്ചയായും ചോദിക്കാറുണ്ട്. പക്ഷെ അതൊരു റെഗുലർ ക്വസ്റ്റ്യൻ അല്ല. എപ്പോഴെങ്കിലും കാണപ്പെടുന്ന ബുദ്ധിമുട്ടിപ്പിക്കുന്ന ചോദ്യമായിട്ടാണ് കണക്കാക്കാൻ സാധിക്കുക. സോ ക്രിസ്മസ് എക്സാമിന് ആദ്യം നിങ്ങൾ ഇത് പഠിക്കുക, എന്നിട്ട് നിങ്ങൾ കൊയാക്സിയലിന്റെ പഠിച്ചാൽ മതി കേട്ടോ. ഓക്കെ, പഠിക്കണ്ട എന്നല്ല മക്കളെ, വീണ്ടും വീണ്ടും പറയുന്നത് അതുകൊണ്ട് തന്നെയാണ്. നെക്സ്റ്റ് വൺ, ജനറേറ്റർ പ്രധാനപ്പെട്ടതാണ്. ജനറേറ്ററിന്റെ കൺസ്ട്രക്ഷൻ, വർക്കിംഗ്, അതുപോലെ തന്നെ അതിന്റെ ഇൻഡ്യൂസ്ഡ് EMFന്റെ എക്സ്പ്രഷൻ ഡിറൈവ് ചെയ്യാൻ പഠിച്ചിരിക്കണം. ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചിരിക്കേണ്ട ചോദ്യമാണ്. വെരി 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 ഇമ്പോർട്ടന്റ്. നെക്സ്റ്റ് വൺ, നമ്മുടെ സ്വന്തം AC-യിലോട്ട് കടന്നിരിക്കുന്നു. AC-യിൽ 3 പ്രധാനപ്പെട്ട ഡെറിവേഷൻ ആദ്യം കാണാം. AC അപ്ലൈ ടു റെസിസ്റ്റർ, ഇൻഡക്ടർ, കപ്പാസിറ്റർ. അത് ഏറ്റവും കൂടുതൽ പരീക്ഷകളിൽ ചോദിച്ചു കാണാറുള്ളത് ഇൻഡക്ടറിന്റെയാണ്. അഥവാ കറന്റ് ലാഗ്സ് ബിഹൈൻഡ് ദ വോൾട്ടേജ് ബൈ ആൻ ആംഗിൾ π/2 എന്ന് പറയുന്ന കാര്യം ഡിറൈവ് ചെയ്യാൻ ചോദിക്കാറുണ്ട്. ഫേസർ ഡയഗ്രാം, ഗ്രാഫിക്കൽ സൊല്യൂഷൻ പഠിച്ചു വെക്കുക, ഇൻഡക്റ്റീവ് റിയാക്ടൻസിന് ഇക്വേഷൻ പഠിച്ചു വെക്കുക. ഇതിന് പുറമെ കപ്പാസിറ്ററിനെയും റെസിസ്റ്ററിനെയും ഒക്കെ പഠിക്കണം. പക്ഷേ ഫസ്റ്റ് പ്രയോറിറ്റി ഈസ് ഗിവൺ ടു ദിസ് വൺ. നെക്സ്റ്റ് വൺ, ഇംപിഡൻസ് ഓഫ് LCR സർക്യൂട്ട് Z = √R² + XC - XL എന്ന് പറയുന്ന ഡെറിവേഷൻ ഉറപ്പായും പഠിക്കണം. പരീക്ഷകൾ ചോദിക്കാറുണ്ട്. വെരി 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 ഇമ്പോർട്ടന്റ്. അതിന്റെ ഫേസർ ഡയഗ്രാം സൊല്യൂഷൻ ആണ് ചോദിക്കുക. ഫേസർ ഡയഗ്രാം വരച്ചില്ലെങ്കിൽ മാർക്ക് ഉറപ്പായും കിട്ടില്ല കേട്ടോ. ഓക്കെ, അടുത്തത് ട്രാൻസ്ഫോമർ. ഇത് ഉറപ്പിച്ച ചോദ്യമാണ്. അത്രയും പ്രധാനപ്പെട്ട, അത്രയും പ്രാധാന്യം കൊടുക്കേണ്ട ചോദ്യമാണ് ട്രാൻസ്ഫോമർ ഓറിയന്റഡ് ആയ ക്വസ്റ്റൻ എന്ന് പറഞ്ഞു വെച്ചാൽ. ഏതൊക്കെയാണ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ട്രാൻസ്ഫോമർ, സ്റ്റെപ്പ് അപ്പും സ്റ്റെപ്പ് ഡൗണും, അതിന്റെ ക്ലാസിഫിക്കേഷൻ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. അടുത്ത കാര്യം എന്ന് പറഞ്ഞാൽ കൺസ്ട്രക്ഷൻ ഓഫ് ദ ട്രാൻസ്ഫോമറിന്റെ കൺസ്ട്രക്ഷനും വർക്കിങ്ങും രണ്ടും നിങ്ങൾക്ക് അറിയണം. കൺസ്ട്രക്ഷൻ ഓഫ് ദ ട്രാൻസ്ഫോമർ ഇത് പ്രോപ്പർ ഡയഗ്രാം ആണെങ്കിൽ അതിന്റെ കൂടെ തന്നെ എന്തുകൂടി നിങ്ങൾക്ക് അറിയണം, അതിന്റെ വർക്കിംഗ്. കാരണം ട്രാൻസ്ഫോമറിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ മ്യൂച്വൽ ഇൻഡക്ഷൻ ആണ്. സോ ആ ഒരു വർക്കിംഗ് കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. എനർജി ലോസസ് ഓഫ് ട്രാൻസ്ഫോമർ അതും നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്ന കാര്യമാണ്. ട്രാൻസ്ഫോമറിന്റെ എനർജി ലോസുകൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. കോപ്പർ ലോസ് ആണെങ്കിലും അതുപോലെ തന്നെ എഡി കറന്റ് ലോസസ് ആണെങ്കിലും എല്ലാം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയേണ്ടതാണ്. ഫസ്റ്റ് പഠിച്ചു വെക്കേണ്ടതാണ്. വെരി 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 ഇമ്പോർട്ടന്റ്. റൈറ്റ്, അടുത്ത ഡിറൈവ് ലെൻസ് മേക്കേഴ്സ് ഫോർമുല. ഒപ്റ്റിക്സിലോട്ട് വന്നാൽ ഒപ്റ്റിക്സിൽ വേറെ ഏത് പഠിച്ചില്ലെങ്കിലും ആദ്യം നിങ്ങൾ ഫസ്റ്റ് പ്രയോറിറ്റി ലെൻസ് മേക്കേഴ്സ് ഫോർമുലയ്ക്ക് തന്നെയാണ്. കർവ്ഡ് സർഫേസ് ഫോർമുലയുണ്ട്, മിറർ ഫോർമുലയുണ്ട്, എല്ലാം ഉണ്ട്, ശരിയാണ്. കോമ്പിനേഷൻ ഓഫ് ലെൻസ് ഉണ്ട്. പക്ഷെ അതിലെല്ലാത്തിനേക്കാളും പ്രാധാന്യം കൊടുക്കുന്ന ലെൻസ് മേക്കേഴ്സ് ഫോർമുലയ്ക്ക് തന്നെയാണ്. ഒരു സംശയമില്ല. അത് ഡിറൈവ് ചെയ്യണമെങ്കിൽ കർവ്ഡ് സർഫേസ് ഫോർമുല അറിയണം. കാരണം അതിൽ നിന്നാണ് ഡിറൈവ് ചെയ്യുക. ആ ഒരു കാര്യം കൂടി നിങ്ങൾ എല്ലാവരും തിരിച്ചറിയുക. നെക്സ്റ്റ് വൺ, പ്രിസം ഇല്ലാത്ത ചോദ്യ പേപ്പർ ഇല്ല മോനെ എന്ന് തന്നെ പറയേണ്ടി വരും. പ്രിസം ഉറപ്പുള്ള ചോദ്യമാണ്, പഠിക്കേണ്ട ചോദ്യമാണ്. വെരി 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 ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ, ദാറ്റ് ഈസ് പ്രിസം. സെറ്റ്, പഠിച്ചിരിക്കേണ്ടതാണ്. അടുത്തത് നമ്മുടെ വേവ് ഓപ്റ്റിക്സിൽ നിന്ന് ഒരേ ഒരു ചോദ്യമാണ് ഞാൻ പറഞ്ഞുതരാം. ജസ്റ്റ് വൺ ക്വസ്റ്റ്യൻ, ഒറ്റ ചോദ്യമേ വേവ് ഓപ്റ്റിക്സ് എന്ന് പറയുന്നുള്ളൂ. ആ ചോദ്യം നിങ്ങൾ പഠിക്കണം. ഏറ്റവും പ്രധാനപ്പെട്ട എന്താണ്? ഓക്കെ, ഇതിലെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഹൈഗൻസ് പ്രിൻസിപ്പിൾ. ഈ ഒരു ക്വസ്റ്റ്യൻ അതുപോലെ തന്നെ പരീക്ഷയ്ക്ക് വരാൻ പോസിബിലിറ്റി ഉണ്ട്. ഹൈഗൻസ് പ്രിൻസിപ്പിൾ, അതുപോലെ തന്നെ നമ്മുടെ റിഫ്രാക്ഷൻ ആണ് ഇവിടെ പ്രൂവ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. റിഫ്ലക്ഷൻ ആണ് പ്രൂവ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. റിഫ്ലക്ഷൻ അല്ലെങ്കിൽ പ്രൂഫ് എന്ന് പറഞ്ഞാൽ റിഫ്രാക്ഷൻ ആണ്. രണ്ടിൽ ഏതെങ്കിലും ഒന്ന് ഉറപ്പായും ചോദിക്കാറുണ്ട്. ഒരു പ്ലെയിൻ വേവ് ഫ്രണ്ടിന്റെ റിഫ്ലക്ഷൻ അല്ലെങ്കിൽ റിഫ്രാക്ഷൻ പ്രൂവ് ചെയ്യാൻ ചോദിക്കാറുണ്ട്. കൃത്യമായി തന്നെ പഠിച്ചു വയ്ക്കുക. പരീക്ഷകളിൽ ചോദിക്കുന്ന ചോദ്യമാണ്. ഹൈഗൻസ് പ്രിൻസിപ്പിളും നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. ഇതിന് പുറമേയും ആ ചാപ്റ്ററിൽ കുറേ കാര്യങ്ങൾ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് വേവ് ഫ്രണ്ടിനെ പറ്റിയൊക്കെ പഠിക്കാനുണ്ട്. എങ്കിൽ പോലും ഇവയ്ക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുക. റിഫ്രാക്ഷൻ എന്തായാലും പഠിച്ചിരിക്കുക. സോ ഗൈസ്, ദാറ്റ്സ് ഇറ്റ്. സോ 40 മാർക്കിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ നമ്മൾ ക്രാക്ക് ചെയ്തിരിക്കുന്നു. ക്രാക്ക് ചെയ്ത് പറഞ്ഞു വെച്ചാൽ ക്വസ്റ്റ്യൻ മനസ്സിലായിട്ട് നിങ്ങൾക്ക് കാര്യമില്ല, നിങ്ങൾക്ക് ഉത്തരങ്ങൾ അറിയണം. ഓൾറെഡി മിനി മാരത്തോണിനകത്ത് ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻസ് ആണ്. വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ ഉറപ്പായും താഴെ കമന്റ് ചെയ്യുക, ഫീഡ്ബാക്കുകൾ അറിയിക്കുക. സോ ഓൾ ദ ബെസ്റ്റ് ഗൈസ്, ഗംഭീരമായിട്ട് പഠിക്കുക. ലവ് യു ആൾ, ടാറ്റാ.